മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മുൻ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് കേസ് അട്ടിമറിച്ചതിന്റെയും വ്യാജരേഖകൾ ചമച്ചതിന്റെയും നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഞെട്ടിക്കുന്ന മൊഴികളും പേരൂർക്കട പോലീസ് ക്ലബിലെ ഔദ്യോഗിക രജിസ്റ്ററുകളും ഡിജിറ്റൽ തെളിവുകളും പുറത്തുവന്നതോടെയാണ് എ.ഡി.ജി.പിയെ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. കേവലം മർദ്ദനക്കേസ് എന്നതിലുപരി പോലീസിലെ ഉന്നതതല ഗൂഢാലോചന ശാസ്ത്രീയ തെളിവുകളിലൂടെ അനാവൃതമാകുന്ന അപൂർവ സാഹചര്യത്തിലേക്കാണ് ഈ ആഭ്യന്തര അന്വേഷണം എത്തി നിൽക്കുന്നത്. SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായ അന്വേഷണ ഉദ്യോഗസ്ഥരായ ഗ്രേഡ് SIമാർ ഗിരീഷും ശ്രീകാന്തും വികാരഭരിതരായി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ തുറന്നു പറഞ്ഞത്. ഭരണസ്വാധീനമുള്ള ഉന്നതരുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രമാണ് കേസിന്റെ ആദ്യഘട്ടത്തിൽ യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെക്കേണ്ടി വന്നതെന്ന് അവർ വെളിപ്പെടുത്തി. അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ നേരിട്ടിടപെട്ട് കേസിന്റെ കേസ് ഡയറി വരെ തിരുത്തി എഴുതിക്കുകയായിരുന്നു. ഗൺമാന്മാർ അഴിച്ചുവിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൈവശമുണ്ടായിരുന്നിട്ടും ഉന്നതരുടെ നിർദ്ദേശപ്രകാരം അത് മറച്ചുവെച്ച് പോലീസിന് അനുകൂലമായി രക്ഷാപ്രവർത്തനം എന്ന വ്യാജവാദം സൃഷ്ടിക്കാൻ തങ്ങൾ നിർബന്ധിതരാവുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകി. മുണ്ടക്കൈ ദുരന്തം കേസ് ഒതുക്കാൻ മറയാക്കിയെന്ന് ഞെട്ടിക്കുന്ന വിവരവും വരുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ അത് 2024 ഓഗസ്റ്റിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പൊതുജന ശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും അവിടെയാണെന്ന് അവസരം മുതലാക്കി എ.ഡി.ജി.പി കേസ് അവസാനിപ്പിക്കാൻ അട്ടിമറി നീക്കം നടത്തി എന്നുള്ളതാണ്. വയനാട് ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തന മേൽനോട്ട ചുമതലയിലായിരുന്ന അജിത് കുമാർ അവിടെ നിന്നും തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ചു. പോലീസ് ക്ലബിലെ ഔദ്യോഗിക രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയാണ് ഈ ഉദ്യോഗസ്ഥരെ അവിടെ തടഞ്ഞു നിർത്തിയത്. ഓഗസ്റ്റ് 13 മുതൽ 15 വരെയുള്ള തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് താമസിപ്പിച്ച് എ.ഡി.ജി.പിയുടെ സ്വന്തം ഓഫീസിലിരുത്തി നിർബന്ധപൂർവം അന്വേഷണ റിപ്പോർട്ട് തിരുത്തി എഴുതിച്ചു. തങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ തെളിവുകൾ ഒഴിവാക്കിയ ശേഷം പരാതിക്കാർ ദൃശ്യങ്ങൾ ഹാജരാക്കിയില്ല, ഗൺമാന്മാർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമെന്ന് വ്യാജമായി എഴുതി ചേർത്ത് ഓഗസ്റ്റ് 16 കേസ് എഴുതിത്തള്ളാനുള്ള റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. കേസ് അട്ടിമറിക്കാൻ എ.ഡി.ജി.പിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള വ്യാജ രേഖാ നിർമ്മാണമാണ് നടന്നതെന്ന് SIT കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത് ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും അതിൽ മർദ്ദനമില്ലെന്നും കാണിച്ചായിരുന്നു മുൻപ് റഫർ റിപ്പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ താൻ അങ്ങനെ ഒരു മർദ്ദന ദൃശ്യവും പകർത്തിയിട്ടില്ലെന്ന് പോലീസ് ഫോട്ടോഗ്രാഫർ SITക്ക് മൊഴി നൽകിയതോടെ എ.ഡി.ജി.പിയുടെ നിർമ്മിത കഥ പൂർണ്ണമായും പൊളിഞ്ഞു. അന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മൃഗീയമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തികൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. അതോടൊപ്പം അക്രമ സമയത്തെയും തുടർന്നുള്ള ദിവസങ്ങളിലെയും ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ച് മുകളിൽ നിന്നും മർദ്ദനത്തിനും കേസ് അട്ടിമറിക്കും ആര് നിർദ്ദേശം നൽകിയെന്നതിൽ പൂർണ്ണ വ്യക്തത വരുത്തി. നേരത്തെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ വീഴ്ച സംഭവിച്ചെന്നും ഫയലുകൾ കൃത്രിമമായി മാറ്റിയെന്നും ആലപ്പുഴ സെഷൻസ് കോടതിയെ അറിയിച്ച SIT കൂടുതൽ വ്യക്തതയുള്ള പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്.